Hello, welcome back to my channel. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മസ്ക്മെലൻ ഷേക്ക്. അപ്പോൾ മസ്ക്മെലൻ എന്താണെന്നും അത് എങ്ങനെ ഷേക്ക് അടിക്കുമെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മസ്ക്മെലൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇതിപ്പോൾ നമ്മുടെ കടകളിലെല്ലാം സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ്. പക്ഷെ അധികം ആളുകളൊന്നും ഇത് വാങ്ങി കണ്ടിട്ടില്ല. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൽ ധാരാളം വിറ്റമിൻസും അതുപോലെ തന്നെ പൊട്ടാസ്യം പോലുള്ള കണ്ടൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനെല്ലാം ഇത് സഹായിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതൊന്ന് രണ്ടായിട്ട് മുറിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം മത്തങ്ങയുടെയൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. ടേസ്റ്റ് ആണെങ്കിൽ പപ്പായയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഷേക്ക് അടിക്കാൻ നേരം ഇത് മൊത്തമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ലിറ്റർ പാലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതിയോളം മതിയാകും. അപ്പം ഞാനിവിടെ പകുതിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുക്കളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പം ഇതിനെ മസ്ക്മെലൻ എന്നല്ലാതെ സ്വീറ്റ് ലെമൺ എന്നും ഷമാം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. മലയാളികൾ ഇതിനെ തണ്ണീർ കുമ്പളം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള തൊലിയും കൂടി ഒന്ന് കളഞ്ഞെടുക്കണം. അത്യാവശ്യം കട്ടിയുള്ള ഒരു തൊലിയാണ്. അപ്പോൾ അത് ഇതേപോലെ കത്തി വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് ക്യാൻസർ പേഷ്യൻസിനെല്ലാം കീമോ കഴിഞ്ഞിട്ട് കഴിക്കുന്നതെല്ലാം വളരെ നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, കട്ട് ചെയ്തപ്പോൾ ഏകദേശം എന്തേ നോക്കിയേ, പപ്പായയൊക്കെ കട്ട് ചെയ്ത് വെച്ച കൂട്ടൊക്കെ തോന്നുന്നുണ്ടല്ലേ. ഇനി ഇത് കൂടാതെ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 5-6 കഷ്ണം ഡേറ്റ്സ്, അതായത് ഈന്തപ്പഴം ഞാൻ നല്ല ചൂട് വെള്ളത്തിൽ ഒരു 3 മണിക്കൂറോളം കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബദാമും കാഷ്യൂനട്ടും ഇതേപോലെ തന്നെ ചൂടുവെള്ളത്തിൽ 3 മണിക്കൂറോളം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഷേക്ക് അടിക്കാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഉടച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഷേക്ക് അടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജ്യൂസർ എടുത്തിട്ടുണ്ട്. ജ്യൂസറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷമാം അല്ലെങ്കിൽ മസ്ക്മെലൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഈന്തപ്പഴം കുതിർത്താൻ വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളത്തോട് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാര്യം അതിൻ്റെ ഉള്ളിൽ ആ ഈന്തപ്പഴത്തിൻ്റെ സത്തൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബദാമും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ അത് മാത്രം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ പേസ്റ്റി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച തേനായതുകൊണ്ടാണ് ഇതേപോലെ കട്ടയായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കണ്ടൻസ് മിൽക്കും തേനെല്ലാം ഓപ്ഷണൽ ആണ് കേട്ടോ. ഒന്ന് ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഞാൻ 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മാത്രം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മസ്ക്മെലന് അത്യാവശ്യം മധുരമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ദേ ഞാനിവിടെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഷേക്കാണ്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഐസ്ക്രീം ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബൂസ്റ്റോ അല്ലെങ്കിൽ കോംപ്ലാനോ ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഇട്ട് കൊടുത്തില്ലെങ്കിലും ആ ഷേക്ക് മാത്രമായിട്ട് കുടിക്കണമെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് റെസിപ്പിയാണിത്. ഇനി കുറച്ച് ചെറീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ഫ്രൂട്ടീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഒരാളെ വിളിക്കാം. ഇത് വേണോ? എന്നാൽ നമുക്ക് കഴിക്കാം. ഓക്കെ. എങ്ങനെയുണ്ട് നന്ദുക്കുട്ട ഷേക്ക്? സൂപ്പർ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സൈഡിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സീ യു.